തുല്യനായ അഹ്ലുസ് സുന്നയുടെ ഒരു നേതാവ് മുസ്ലിം ലോകത്ത് വരാതെ ബൈത്തുൽ മുഖദ്ദസിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു സുന്നി ഭരണാധികാരി ഇന്ന് മുസ്ലിം ലോകത്ത് ഇല്ല. അതുകൊണ്ടാണ് 155 കോടി ജനങ്ങൾ മുസ്ലിം സമുദായം ഇമാം മഹ്ദിയെ കാത്തിരിക്കുന്നത്. ഇപ്പോഴുള്ള ഏതെങ്കിലും രാജാവ് യോഗ്യനാണെങ്കിൽ മഹ്ദി ഇമാമിനെ ജനങ്ങൾ കാത്തിരിക്കൂല. ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂല. ഒരിക്കലും കഴിയും. നിലവിലുള്ള ഗസയിലെ പ്രശ്നങ്ങളെ യുദ്ധം നീളും എന്നല്ല, യുദ്ധം നിന്നേക്കാം. പക്ഷേ ബൈത്തുൽ മുഖദ്ദസിനെ പൂർണ്ണമായി മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയില്ല. എന്തുകൊണ്ട്? ഇന്നൊരു സുന്നിയായ നൂറുദ്ദീൻ സംഘി ലോകത്തില്ല, ഇന്നൊരു സുൽത്താൻ സലാഹുദ്ദീൻ ലോകത്തില്ല. അതില്ലാതെ പ്രശ്നം പരിഹരിക്കുകയുമില്ല. എന്തുകൊണ്ട്? ഏത് പ്രശ്നം വന്നാലും മുൻഗാമികളിലേക്ക് തിരിച്ചു മടങ്ങണം. മുൻഗാമികളെ തിരിച്ചു മടങ്ങാൻ ഇന്നത്തെ വഹാബികൾ തയ്യാറില്ല. فمحمدنا هو سيدنا فالعز لنا لإجابته الله والله والله والله. ഒരു ഭരണാധികാരി എന്ന് പറയാവുന്ന ഒരു നേതാവ് സുന്നിയല്ലാതെ ലോകത്ത് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ചില ആളുകൾ എണ്ണുന്നത് ഇബ്നു സഊദിനെയാണ്. അയാൾ അക്രമിയാണ്. 1744 ഇബ്നു സഊദും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും തമ്മിൽ കരാറുണ്ടാക്കി. എന്തിനാ കരാറുണ്ടാക്കിയത്? മുസ്ലിമീങ്ങളെ കൊല്ലാൻ. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അവർ കൊന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധമുണ്ടായി. വഹാബികൾ ബ്രിട്ടന്റെ സഖ്യസേനയുമായി യോജിച്ചു. അതാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ മുഴുവൻ അടിസ്ഥാന കാരണം. അതൊക്കെ ഞാൻ പലതവണ പറഞ്ഞതാണ്, വിശദീകരിക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അഹ്ലുസ് സുന്നയുടെ ഹക്കായ പന്ഥാവിൽ ബഹുമാനപ്പെട്ട മുസ്ലിം നേതാക്കന്മാർ, രാജാക്കന്മാർ, ഇമാമിയങ്ങൾ അവർക്കൊക്കെ തമ്മിൽ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും പ്രശ്നമല്ല. പക്ഷേ മതപരമായ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുതൽ അബ്ദുൽ ഹമീദ് രണ്ടാമൻ വരെ ഇല്ല. എല്ലാവർക്കും ഒരു വിശ്വാസം, ഒരു തറാവീഹ്, ഒരു ജുമാ ജമാഅത്ത്. ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിച്ചത് സത്യത്തിൽ പേർഷ്യക്കാരാണ്. ഇമാമിങ്ങളിൽ വലിയൊരു ശതമാനം പേർഷ്യക്കാരാണ്. അനറബി രാജ്യങ്ങളിൽ നിന്നാണ് വന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആരാ? അറബിയല്ല, അനറബിയാണ്. പ്രസംഗിക്കാൻ വേണ്ടി ബഗ്ദാദിൽ പ്രസംഗിക്കാൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, യഖ്ലത്തിൽ വന്ന് പറഞ്ഞു ബഗ്ദാദ് പള്ളിയിൽ പ്രസംഗിക്കണം. അപ്പോൾ ഹബീബിനോട് വിനയത്തോട് പറഞ്ഞു, നബിയേ, ഞാൻ എങ്ങനെ പ്രസംഗിക്കും? ഞാനൊരു അനറബിയല്ലേ, എന്റെ മാതൃഭാഷ അറബിയല്ല. ഞാൻ അനറബിയാണ്, അറബിയല്ല. എവിടെയാ ജനിച്ചത്? ഇറാനിലാണ്. ഇറാനിലെ ഭാഷ അറബിയല്ല. ഇമാം ഗസാലിയുടെ ഭാഷ അറബിയല്ല, പേർഷ്യൻ ഭാഷയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇവരാരെങ്കിലും ഒരു വെള്ളിയാഴ്ച അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ കേട്ടിട്ടുമില്ല, ഖുത്ബ ഓതിയിട്ടും ഇല്ല. ഇന്ന് വഹാബികൾ അറബിയല്ലാത്ത ഭാഷയിൽ വെള്ളിയാഴ്ച പ്രസംഗിക്കുന്നവർക്ക് എന്ത് പാരമ്പര്യ ഇസ്ലാമിനെയാണ് അവകാശപ്പെടാനുള്ളത്? നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. ഇവരൊന്നും അറബികളല്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അറബിയല്ല. അടിസ്ഥാനപരമായി അവരാരാ? അവർ ഇറാനിയാണ്. ഇറാനിലെ മാതൃഭാഷ അറബിയല്ല. എന്നാൽ ഒരു വെള്ളിയാഴ്ച അറബിയല്ലാത്ത ഖുത്ബ ഓതിയിട്ടുമില്ല, അറബിയല്ലാത്ത ഖുത്ബ കേട്ടിട്ടുമില്ല. ഇമാം ഗസാലി അറബിയല്ല, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അറബിയല്ല. അറബി അറിയും, പക്ഷേ മാതൃഭാഷ അറബിയല്ല. ഇനി ഒരു രസം കേട്ടോളൂ. ഇനി ഇമാം മഹ്ദി വരും. ഇമാം മഹ്ദിയുടെ പട്ടാളത്തിൽ ഒരു അറബി ഉണ്ടാവുകയില്ല, ഒരു അറബി ഉണ്ടാവും. യതകല്ലമുന ലുഗത്തൽ അറബിയ, അറബി ഭാഷ സംസാരിക്കും. നമ്മളെ മൂല്യമാർ ഉസ്താദ്മാരൊക്കെ അറബി സംസാരിക്കും. ഒന്ന് പറയും മനുഷ്യന്മാരെ, മഹ്ദി ഇമാമിന്റെ പട്ടാളം, മഹ്ദി ഇമാം വരുമല്ലോ, വരൂലേ? വരും. പട്ടാളം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആരും ഉണ്ടാവില്ല, അറബി ഉണ്ടാവും.
ഇന്ന് രാത്രി പോയി ഇത് ചലറമത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവില്ല ഉണ്ടാവില്ല. അതിന്റെ ഉമ്മയും അമ്മച്ചു പോയാൽ പിന്നെ മനുഷ്യനോട് ഉണ്ടാവില്ല, ഉണ്ടാകൂല. ഒരറബി ഉണ്ടാവില്ല. അറബികളെ അബ്ദുൽ വഹാബ് ചതിച്ചതാണ് കാരണം. അതിന് വലിയ ഫിത്നയിൽ അറബികൾ പെട്ടുപോയി. ഒരു അറബി ഉണ്ടാവില്ല. മഹ്ദി ഇമാമിന്റെ പട്ടാളത്തിൽ ഒരു അറബിയില്ല, ഒരു അറബിയില്ല, ഒരു അറബിയുൻ വാഹിദ്, ഒരു അറബി ഉണ്ടാവുകയില്ല. എല്ലാം അറബികളായി. പക്ഷേ യതകല്ലമൂന ലുഗത്തുൽ അറബിയ, അവർ അറബി ഭാഷ സംസാരിക്കും. ഉസ്താദുമാരൊക്കെ അറബി സംസാരിക്കും. ഇവരൊക്കെ അറബി സംസാരിക്കൂലേ? സംസാരിക്കും. അറബിയാണോ? അറബിയല്ല, പക്ഷേ അറബി ഭാഷ സംസാരിക്കും. മഹ്ദി ഇമാം വന്ന പട്ടാളത്തിൽ അറബി സംസാരിക്കുന്നവരുണ്ടാവും. ആരുണ്ടാവില്ല? അറബി ഉണ്ടാവും. ഇമാമിങ്ങളൊന്നും അറബികളല്ല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനക്കാരെ ഇമാം ഒഴിച്ചാൽ ബാക്കി 3 ഇമാമിങ്ങളും അറബിയല്ല, പേർഷ്യക്കാരാണ്. ചിന്തിക്കൊക്കെ പഠിക്കുക. പക്ഷേ അവര് അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ കേട്ടിട്ടില്ല, അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടില്ല. ആദ്യമായി അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയതാരാ? മുസ്തഫ താത്തൂക്ക. അതിനു വേണ്ടി കൽപ്പിച്ചത് അയാൾ എവിടുന്ന് പഠിച്ചു? അയാൾ മദീനയിൽ നിന്നല്ല പഠിച്ചത്, അയാൾ യൂറോപ്പിന്റെ സംഗതിയാണ്. അയാളാണ് അറബിയല്ലാത്ത ഭാഷയിൽ ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചത്. അഥവാ പ്രമാണയോഗ്യരായ ഒരു ഇമാം, ഒരു നേതാവ്, അഹ്ലു സുന്നയിൽ പെടാത്തൊരു നേതാവ് 1400 ചില്ലാനം കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല. പിന്നൊരു ഇബ്നു തൈമിയ, അയാൾ നേതാവല്ല. പിന്നൊരു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അയാൾ കാട്ടറബിയാണ്, അയാൾ നേതാവല്ല. ഒരു കത്ത് കൊണ്ടുവന്നപ്പോൾ ചിലർ പറഞ്ഞു ഇത് കത്ത് ഇതൊരു കാട്ടറബിയുടെ എഴുത്ത് പോലെയുണ്ട്. ഇത് നമ്മളെ നേതാവിന്റെ എഴുത്തല്ല. നിന്റെ നേതാവ് കാട്ടറബിയാണോ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കാട്ടറബിയാണ്. നജ്ദികളെല്ലാം അറബികളാണ്, കാട്ടറബികളാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വയമനിനാ. ഹബീബാ റസൂൽ ദുആ ചെയ്തു. വഫീ നജ്ദിനാ ഒരാൾ പറഞ്ഞു, റസൂൽ പറഞ്ഞില്ല. പലവട്ടം പറഞ്ഞിട്ടും പറഞ്ഞിട്ടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ ചിന്തിക്കും. 20 റക്അത്തല്ലാതെ മുസ്ലിം ലോകത്തെ ഇമാം തറാവീഹ് നിസ്കരിച്ചിട്ടില്ല, മുസ്ലിം ചരിത്രത്തിൽ ഇല്ല. AD 632 തുടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഖിലാഫത്തിന്റെ വർഷം AD 1908 അബ്ദുൽ ഹമീദ് രണ്ടാമനെ പുറത്താക്കുന്നതിന് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഭരണാധികാരി 20 റക്അത്തല്ലാതെ തറാവീഹ് അനുവദിച്ചിട്ടില്ല. ദീനിയായ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അവര് യാത്ര പോയപ്പോൾ ഉമ്മ മരിച്ചു. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ് പറയാം. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വഹുവ ഗായിബുൻ അൻ ഉമ്മിഹി, ഉമ്മയുടെ പരിസരത്തില്ലാത്തൊരു യാത്രയിലായിരുന്നു. ഫതുഫിയത് ഉമ്മുഹു, ഉമ്മ മരിച്ചുപോയി. വഹുവ ഗായിബുൻ അൻഹാ, ഉമ്മ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ നാട്ടിലില്ല. പിന്നെ വന്നപ്പോഴത്തിന് ഉമ്മയെ മറവ് ചെയ്തിട്ടുണ്ട്. ഫഅതൻ നബിയൽ മുസ്തഫ, റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി ഹബീബായ നബിയോട് ചോദിച്ചു, നബിയേ, എനിക്ക് എന്റെ ഉമ്മാക്ക് വേണ്ടി കൂലി കിട്ടാൻ സദഖ ചെയ്യണം. ഞാൻ എന്താണ് ചെയ്യാൻ? ഇൻ തസദ്ദഖ അയംഫഉഹാ ഇൻ തസദ്ദഖതു അൻഹാ, ഞാൻ എന്ത് ചെയ്താൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ഉമ്മാക്ക് ഉപകരിക്കുമോ? സഅദ് ഇബ്നു ഉബാദ ഹബീബായ നബിയോട് ചോദിച്ചു. നഅം, അതെ അതെ, യാതൊരു തർക്കമില്ല. അന്ന് മദീനയിൽ വെള്ളക്ഷാമമുള്ള കാലമായിരുന്നു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു കിണർ കുഴിച്ചു. ജനങ്ങൾ ആ കിണറിൽ നിന്ന് വെള്ളം മുക്കിക്കൊണ്ടുപോകും. വെള്ളം മുക്കുമ്പോൾ ആളുകൾ പറയും, ഹാദിഹി ലി ഉമ്മി സഅദിൻ, നമ്മൾ മുക്കണ ഓരോ തൊട്ടിയുടെയും കൂലിയായിരിക്കാ ഉമ്മു സഅദിന. ഇവിടെ ഈ കഴിഞ്ഞ 98 കൊല്ലം വഹാബികൾ പ്രസംഗിച്ചിട്ടുണ്ട്, അയാൾ ചെയ്തതേ കിട്ടൂ, വേറൊരാൾ ചെയ്തേ കിട്ടൂല. ഇത് സ്വഹാബത്തിനെതിരാണ്, ഇത് താബിഈങ്ങൾക്കെതിരാണ്, താബിഈങ്ങൾക്കെതിരാണ്. ഈ വഹാബി വിശ്വാസമുള്ള ഒരു മുസ്ലിം രാജാവോ ഒരു മുസ്ലിം ഇമാമോ ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല.
ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം. ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് റൂഹിൽ ഉണ്ട് കാനത്തിൽ അൻസാർ ഇദാ മാത ലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബ്രിഹി ഫയഖറഊനൽ ഖുർആൻ. അൻസാരിങ്ങൾക്ക് ഒരു പതിവ് ഉണ്ടായിരുന്നു. ആരാ പറയുന്നത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി. നിങ്ങൾ ചിന്തിക്കൂ, ആരുടെ ശിഷ്യൻ? ഇബ്നു തൈമിയയുടെ ശിഷ്യനായ സാക്ഷാൽ ഇബ്നുൽ ഖയ്യിം പറയുന്നു തന്റെ കിതാബ് റൂഹിൽ പറയാ, എന്ത്? കാനത്തിൽ അൻസാറു ഇദാ മാത ലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബ്രിഹി. അൻസാരിങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ സ്വഭാവം? ഒരാൾ മരിച്ചാൽ ഖബറിലേക്ക് സ്ഥിരമായി നടക്കും. ഫയഖറഊനൽ ഖുർആൻ. പിന്നെ അവിടെ പോയിട്ട് പറയും. ഇത് നിരാക്ഷേപം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഈ വഹാബികളുടെ പ്രചണ്ഡമായ പ്രചാരണം വന്നപ്പോൾ നമ്മൾ ആളുകൾക്ക് തോന്നി തുടങ്ങി ഇത് ശരിയല്ലല്ലോ എന്ന് പ്രചണ്ഡമായ പ്രചാരങ്ങൾ ഉണ്ടായി. ഇതൊക്കെ ലേശ ബാക്കിലേക്ക് വന്നു. നിങ്ങൾ ചിന്തിക്കും. കാനത്തിൽ അൻസാറു ഇദാ മാത ലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബ്രിഹി. അതുകൊണ്ട് അടിസ്ഥാനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഏത് കോലത്തിലും നിങ്ങൾ വഞ്ചിതരാകേണ്ട. മഞ്ചേരിയും പരിസരവുമാകുമ്പോൾ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. ഇത് പറയല്ലാതെ നിർവാഹമില്ല എന്ന നിലക്കാണ് ഞാനിത് പറയുന്നത്. പറയൽ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തബ്ലീഗിന്റെ അഖീദ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അഖീദയാണ്. ഒരു മനുഷ്യന്റെ അഖീദ നന്നാവാതെ ആ വ്യക്തി നന്നാവുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അഖീദ നന്നാവുക. അവരുടെ ചെയ്തികൾ എന്താണോ വഹാബികൾ ചെയ്യുന്നത് അതേ കർമ്മം തബ്ലീഗുകാർ ചെയ്യും. വഹാബികൾ അറബിയല്ലാത്ത മലയാള പ്രസംഗത്തിൽ വെള്ളിയാഴ്ച പങ്കെടുക്കും. അത് തബ്ലീഗുകാരും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം ലോകത്തെ ഇമാമിങ്ങളിൽ ബഹുഭൂരിപക്ഷവും അറബികളല്ല. പക്ഷെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിട്ടും ഇല്ല. അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടും ഇല്ല. യൂറോപ്പിന്റെ മുക്കാൽ ഭാഗം മുസ്ലിമീങ്ങൾ ഭരിച്ചു. സലീം ഒന്നാമനെ പോലത്തെ ഭരണാധികാരികൾ, ബയസീദിനെ പോലെയുള്ള ഭരണാധികാരികൾ, അതേപോലെ സുലൈമാനുൽ ഖാനൂനിയെ പോലെയുള്ള ഭരണാധികാരികൾ. അദ്ദേഹം മരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, AD 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം മരിക്കുന്നത് ഹംഗറിയിലാണ്. യൂറോപ്പിന്റെ ഭാഗങ്ങൾ വരെ ഭരിച്ചു. ഈ കഴിഞ്ഞ വർഷം ഞാൻ അതിന്റെ താരീഖ് പരിശോധിച്ചപ്പോൾ അത്ഭുതം തോന്നി. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ആയിരക്കണക്കായ പള്ളികൾ. ആ പള്ളികളിൽ റബീഉൽ അവ്വലായാൽ ബഹുമാനപ്പെട്ട ഉസ്മാനികൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിമനോഹരമായി പള്ളികൾ ചമയിക്കും, മൗലിദുകൾ ഇങ്ങനെ ഒഴുകും. വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായ പ്രാർത്ഥന നടക്കും, പ്രത്യേകമായി ബുർദ ചൊല്ലി ദുആ ചെയ്യും. നിസ്കാരം വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ ബുർദ പൂർത്തിയാക്കി ഓതിയിട്ട് ദുആ ചെയ്യുന്ന അനവധി പള്ളികൾ ഇന്നും ലോകത്തുണ്ട്. അതൊക്കെ ഒരു കാലത്ത് യൂറോപ്പിലുണ്ടായിരുന്നു. ഉസ്മാനികളൊക്കെ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ. അതെല്ലാം പിന്നീട് ബ്രിട്ടീഷുകാർ ഇല്ലാതെയാക്കി. ബ്രിട്ടീഷുകാരുടെ ഒത്താശകൾ മുഴുവനും ഈ വിഭാഗങ്ങൾ ചെയ്തു കൊടുത്തു. നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. അടിസ്ഥാന പാരമ്പര്യ രീതിയെ നിരാകരിക്കുന്ന ഒരു സമൂഹം 1400 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകത്തുണ്ടായിട്ടില്ല. അത് പോയപ്പോൾ മുസ്ലിമീങ്ങൾ ക്ഷയിച്ചു. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അത് തിരിച്ചു വരാതെ മുസ്ലിം ഉമ്മത്തിന് ഉശിരുണ്ടാവില്ല. ഇന്ന് വരിയുടച്ച മൂരികളെ പോലെയായി. വരിയുടച്ച മൂരി തമ്മിൽ വ്യത്യാസമുണ്ട്. വരി ഉടച്ച മൂരിയും വരി ഉടക്കാത്ത മൂരിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവയവങ്ങളെല്ലാം വരി ഉടക്കാത്ത മൂരിക്കുള്ള അവയവങ്ങളെല്ലാം വരി ഉടച്ച മൂരിക്കുണ്ടാവും. പക്ഷെ കാര്യം നടക്കും. മുസ്ലിം ലോകം ഇന്ന് വരി ഉടച്ച മൂരിയാണ്. ഓക്കെ, ഭരണാധികാരികളൊക്കെ ഇതിന്റെ ബാക്കിൽ നിന്ന് ചിരിച്ചിട്ട് കാര്യമില്ല. എന്താ വരി ഉടച്ച മൂരിയും വരി ഉടക്കാത്ത മൂരിയും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നും നടക്കൂല. ഈ ഒച്ചമുളി ഉണ്ടോ? അതുണ്ടോ? അതുമില്ല. സത്താർ സാഹിബ് ഇവിടെ പ്രസംഗിച്ചു. ലോകത്തിന്റെ നാനാഭാഗത്തും പിന്നെ ഗസയുടെ പേരിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, നടക്കാതെയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്നാൽ പല മുസ്ലിം രാജ്യത്തും നടക്കണില്ല. എന്തുകൊണ്ട്? പരിപടിച്ച മൂലികളെ പോലെയാണ്. എല്ലാം കൂടി ഞാൻ പറയണില്ല, നിങ്ങൾക്ക് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വേണ്ട. എനിക്കൊരു പേടിയില്ല, നിങ്ങൾക്ക് പേടിയുണ്ടെന്ന് ഞാൻ പരിഗണിക്കില്ല. നിങ്ങൾ പേടിയുള്ള കൂട്ടത്തിലാണ് എന്ന് പരിഗണിച്ചത് കൊണ്ട് നിങ്ങളെ സ്റ്റേജിൽ വെച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് പേടിയില്ല. ഇതൊക്കെ ചിന്തിക്കില്ല. നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് കൂടി, കടപ്പുറം മുസ്ലിം രാജ്യങ്ങൾ ഇതിനേക്കാൾ കടപ്പുറല്ലേ എവിടെ സമ്മേളനം നടന്നത്? നിങ്ങൾ പറഞ്ഞു
ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് കാത്ത് പറയാൻ കഴിയും. കടപ്പുറമില്ലാത്തതുകൊണ്ടാണോ മുസ്ലിം രാജ്യങ്ങളിൽ സമ്മേളനം നടക്കാതിരുന്നത്? നമ്മളെ കടപ്പുറത്തൊക്കെ കുറച്ച് മരവും മറ്റ് ശല്യങ്ങളൊക്കെ ഉണ്ട്. ചില മുസ്ലിം രാജ്യത്തെ കടപ്പുറത്ത് ഒരു പഞ്ചാര മണലല്ലാതെ പറയും ഒന്നുമില്ല. കോടിക്കണക്കായ മുസ്ലിങ്ങൾ ഒറ്റയാണ് സമ്മേളനം നടത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇവിടെ എന്ത് നടന്ന് അവിടെ എന്ത് നടക്കാത്ത? ഇവിടെ നടന്നതിനും കാരണമുണ്ട്, അവിടെ നടക്കാത്തതിനും കാരണമുണ്ട്. രണ്ടും എനിക്കറിയാം. നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പറയുന്നില്ല. എല്ലാം കൂടി അങ്ങനെ പറഞ്ഞോടല്ലോ. എനിക്ക് രണ്ടും അറിയാം. ഇവിടെ നടന്ന എന്താന്ന് അറിയും, അവിടെ നടക്കാത്ത എന്താന്നും എനിക്കറിയാം. ഒന്നും ഉണ്ടായിട്ടില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഇതൊക്കെ നാടകമാണ് മനുഷ്യന്മാരെ, നാടകം. ഈ നാടകത്തിന് ഭയപ്പെടണ്ട, ഇതൊക്കെ നാടകമാണ്. അതേ സമയത്ത് ഒരു പന്ത് കളിയായാൽ ചാടിക്കളിക്കുന്നതിന് യാതൊരു മടിയുമില്ല. ഒരു മുസ്ലിം രാജ്യത്തൊരു പന്ത് കളി നടന്നു. അപ്പോ പന്ത് കളിയെ പറ്റി ഞാനൊരു പ്രസംഗം നടത്തിയോ, ഇന്നെ ഒരു റോട്ടിലിട്ട് തല്ലിയിട്ടില്ല. ഒരു യുദ്ധാണ് എനിക്കെതിരാണ്. ഒരു ഇസ്ലാമിലാക്കാണ്. എത്ര ആളാണ് മുസ്ലിമാണ്. ഞാനും നിർത്തി. എന്തുകൊണ്ട്? ഞാൻ ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഞാനായി തടയണ്ട. എനിക്ക് തോന്നിപ്പോയി അള്ളാന്റെ റസൂലിനെ അള്ളാഹ്ക്ക് ഒരു പന്തും കൊണ്ട് പറഞ്ഞാൽ മതി. എന്റെ മനുഷ്യന്മാർ, നിങ്ങൾ ആ ചുമരുമെന്ന് വരച്ചു നോക്കി. നിങ്ങളെ വലിപ്പത്തിലുണ്ട്. ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള മാർഗാത്ര പന്തുകളി. അയ്യന്റെ മനുഷ്യന്മാർ, ജാമൂസുകൾ എന്ന് ഞാൻ പറയാത്ത ജാമൂസുകൾക്ക് ഒരു മാന്യത ഉള്ളതുകൊണ്ട് ഓല് എനിക്കെതിരെ മൈസറിൽ കേസ് കൊടുത്ത ആക്കില് പോയ എന്ത് കാട്ടാൻ? ഇവിടെ പന്ത് കളിയും, ഇവിടെ വേൾഡ് കപ്പിന്റെ ആരവം, അവിടെ ആയിരക്കണക്കായ കുട്ടികളെ കൊല്ല. കടപ്പുറമില്ലാത്തോണ്ടല്ല. പറയണില്ല, പറഞ്ഞത് നന്നാവൂല. അതുകൊണ്ട് നന്നാവൂല. കേട്ടിട്ട് വലിയ പാപ്പയാണെങ്കിൽ മൈക്കക്കാരൊക്കെ ഒരു മൈക്കക്കാരനായ ഔലിയാനെ ഞാൻ അറിയില്ല. ഒരാളുടെ ഔല്യേ ഓൻ കുറച്ചേരം മൈക്കും കൊണ്ട് നടന്നേന് വയലൊക്കെയാണ് കേട്ട് പിന്നീട് ഔല്യേ. ഇവർക്ക് വയലേക്കില്ലാത്തൊരു പണിയില്ല. ഒരു മൈക്കക്കാരൻ ഔലിയക്കാരൻ വരണ്ടായിട്ടില്ല. കേട്ടുകൊണ്ട് എന്നാണെങ്കിൽ മൈക്കക്കാര് ഔല്യ കുത്തുബുല്ലാക്കത്തബാണ്ട് അതിന് മാത്രം ആര് വെച്ചിട്ടാലും ഒരു വെള്ളേക്കും. അതൊന്നും ഇതിന്റെ ഉള്ളിലൊക്കെ കയറുന്ന വിചാരിക്കണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് നാടകത്തിൽ കൂടണ്ട. ഇനി എന്ന പ്രശ്നം തീരും. മുസ്ലിം ലോകം പ്രശ്നം തീരും. മഹദിമാം വന്ന പ്രശ്നം തീരുന്ന കുറെ ആളുകൾ പറയാ മഹദിമാമിനെ ചോദിക്കണ കേട്ടവര് മഹദിമാം വന്ന പ്രശ്നമൊക്കെ ഇപ്പൊ തീരും. മഹദിമാം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹത്തോത് മഹദിമാം ഒന്ന് പോകാൻ എല്ലാവരും പ്രശ്നം തീരുന്ന പ്രശ്നം തുടങ്ങും. പിടിച്ചിരുന്നോളി മഹദിമാം പ്രശ്നം ഉണ്ടാക്കാനാ വരുന്ന. നിങ്ങൾ വിചാരിക്കണം മഹദിമാം എല്ലാവരും ചോദിക്കാം മഹദിമാം എന്നാ വ്യവസ്ഥ. ഞാനെന്താ മഹദിമാമ തമ്മിൽ എന്തോ ഒരു മറ്റേ ഫോൺ കണക്ഷൻ ഉള്ള മാതിരിയാ. എവിടുന്ന് ചോദിക്കും. അല്ല ഉസ്താദേ മഹദിമാം എന്ന് മഹദിമാം എന്ന് വന്നു എനിക്കെന്താ കാര്യം? മഹദിമാമങ്ങളുടെ എന്ത് പ്രശ്നം തീരണത്? പ്രശ്നം കൂടെയല്ലേ ഉള്ളൂ. അന്തല്ലാത്ത വൈദ്യർ മാത്രമേ വസൂരിക്ക് കരിയാൻ മരുന്ന് കൊടുക്കുള്ളൂ. അന്തള്ള വൈദ്യരാണെങ്കിൽ വസൂരിക്ക് പൊങ്ങാൻ മരുന്ന് കൊടുക്കും. അപ്പോൾ വിട്ടിയായ ഈ രോഗിയുടെ കുടുംബക്കാർ എന്ത് പറയും? ആ വൈദ്യരെത്തിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ തണർത്തിയിരുന്നു. അയാൾ അടുത്ത് ചെല്ലനോട് കൂടെ അങ്ങോട്ട് പൊന്തിപ്പോയി. എന്റെ കുട്ടിന്റെ ജീവൻ പോകാനായി. അപ്പൊ 40 ദിവസം കൊണ്ടു പിന്നെ കരിയും. പക്ഷെ 40 ദിവസം എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. നിങ്ങളിന്റെ കൂടെ ഉണ്ടാ. കരിയാ മരുന്ന് കൊടുക്കുന്ന ആളല്ല ഡോക്ടർ. മരുന്ന് കൊടുക്കും. മഹദിമാം എന്നെ മോട്ട് പോയി എന്നെ പേടിപ്പിക്കണം. മഹദിമാം പ്രശ്നം ഉണ്ടാക്കാനാ വരുന്നത്, പ്രശ്നം തീർക്കാനാ വരിക. മഹദിമാം 9 കൊല്ലമാണ് ഭൂമിയിൽ ഉണ്ടാവുക. വെളിവായതിനു ശേഷം 9 കൊല്ലം പ്രശ്നമായിരിക്കും. 9 കൊല്ലം കഴിഞ്ഞ് പോകാനും പ്രശ്നം തീരും.
ഒരു നിലക്ക് മഹദി ഇമാമ വരാതിരിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട്? മഹദി ഇമാമിനോട് എൻ്റെ അടുത്തൊരാളെത്തിയാൽ പോയി എന്ന് പറഞ്ഞാൽ പോയിക്കൊള്ളണം, ഇല്ലെങ്കിൽ അള്ളാഹു തലവനെ തള്ളിക്കളയും. അള്ളാഹു കാക്കട്ടെ. ആദ്യം പ്രശ്നമാണ്. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റില്ല, എനിക്ക് പെണ്ണുങ്ങൾ കുട്ടികളുണ്ട്, കുട്ടീനെ രാവിലെ മദ്രസയിൽ കൊണ്ടാക്കണം എന്ന് പറയാൻ പറ്റില്ല. മഹദി ഇമാം വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ അവന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നിങ്ങൾ എന്ത് വിചാരിച്ച് മഹദി ഇമാം വന്ന നമ്മൾ ഈ മന്തിയും കുഴിമന്തിയും ഒക്കെ തിന്നുണ്ടടിയിൽ മഹദി ഇമാം അപ്പൊ നമ്മൾ ചോദിച്ചു എവിടെ എത്തി? അവിടെ മറ്റേ ദുബായിൽ ഇറങ്ങിയിട്ടുണ്ട്. 3-4-5 മണിക്കൂറാണ് നമ്മളവിടെ കാത്തിരുന്നു. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ എന്തെന്നെ നോക്കി പഠിപ്പിക്കുന്നത്? മഹദി ഇമാം വന്ന പ്രശ്നമാണ്. മഹദി ഇമാം വന്നാൽ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരും. പക്ഷെ തീർത്തിട്ട് തീരും. തീർക്കുമ്പോ കൂടി കൊടുക്കണം. മന്തി നടക്കൂല. നമ്മൾ മന്തി തിന്നണീന്റെ ഇടയിൽ മഹദി ഇമാം ഒന്നും അല്ല. മഹദി ഇമാം ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ അടുത്ത വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും മാറി നിൽക്കുക. ദൂരത്ത് വരികയാണ്. മുത്തരുത്, പിടിക്കരുത്, കൈമുത്തരുത്. എല്ലാ നേതാവ് ക്ഷീണിതനാണ്. ഒന്നും പറയാൻ പറ്റൂല. അതൊന്നും നടക്കൂല. അതൊന്നും ഉണ്ടാവില്ല. പോരെ പോണം. എവിടുക്കാൻ പോണ്ട്? യൂറോപ്പിലേക്ക് ആസ്ട്രേലിയയിലേക്ക്. ഇതാര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. എനിക്ക് വരാനാവൂല എന്ന് പറഞ്ഞാൽ മഹദി ഇമാമിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞോടിയാൽ പിന്നെ അവന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. 9 വർഷമാകുമ്പോഴത്തേക്ക് ഭൂമിയിൽ നീതി നിറയും. കമാ മുലിഅത് ജൗറൻ വദുൽമ മലഅ അൽ-അർള അദ്ലൻ വഖിസ്ത. സ്വഹീഹ് അൽ-ബുഖാരി, സ്വഹീഹ് മുസ്ലിം. മലഅ അൽ-അർള അദ്ലൻ വഖിസ്ത. ഭൂമിയിൽ നീതി നിറക്കും. അവരോട് വന്നപ്പോഴത്തേനും നീതി നിറയൻ. നീതി പറ നിറക്കും. കമാ മുലിഅത്. ഇവിടെ മലഅക്ക് ഫായിലുണ്ട്. ആരാ ഫായില്? മഹദി ഇമാം. മറ്റടുത്ത് ഫായിലില്ല. കർമ്മണി പ്രയോഗമാണ്. കമാ മുലിഅത് ജൗറൻ വഉൽമ. മഹദി ഇമാം വരുന്നതിന് മുമ്പ് അനീതി നിറക്കപ്പെട്ട തരത്തിൽ അവർ പിന്നെ 9 കൊല്ലം കൊണ്ട് നീതി നിറക്കും. പണി ഉണ്ടാവും. സമ്മേളനം നടത്താനൊന്നും കഴിയൂല. മഹദി ഇമാം പോയിട്ട് വേണ്ടി സമ്മേളനം നടത്താൻ. 9 കൊല്ലം സമ്മേളനം നടക്കൂല. മഹദി ഇമാം ഒക്കെ വഫാത്തായതിനു ശേഷം പിറ്റത്തെ കൊല്ലത്തെ സമ്മേളനത്തിൽ നമ്മൾ സ്വാഗതം പറഞ്ഞു. എങ്ങനെ പറയും? കഴിഞ്ഞ 9 കൊല്ലവും പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായതുകൊണ്ട് നമുക്ക് സമ്മേളനം നടത്താൻ കഴിയാത്തതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നൊക്കെ പറയേണ്ടി വരും. സമ്മേളനത്തിന് കാലാവില്ല. ഈ ചൊർക്കൊന്നും ഉണ്ടാവില്ല. പണിയെടുക്കേണ്ടി വരും. പണിയെടുക്കുന്നു എന്ന പേരിൽ ഫോട്ടം കാട്ടിയിട്ട് സുപ്രഭാതത്തിനും സിറാജിനും കൊടുക്കൽ നടക്കൂല. അതൊന്നും നടക്കൂല. പണിയെടുക്കേണ്ടി വരും. നമുക്കിന്ന് ഫോട്ടം കാട്ടിയിട്ട് പത്രത്തിൽ കൊടുക്കാം. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. നമുക്ക് ഫോട്ടോ ഇല്ലാതൊന്നും നടക്കൂല. മൗനജാഥക്ക് വരെ മൈക്കത് ഏൽപ്പിക്കണ മനുഷ്യന്മാരാണ്. അതൊന്നും നടക്കൂല. എനിക്ക് തോന്നിയത് പ്രസംഗിക്കാൻ വേണ്ടിയാ വരിക. നിങ്ങൾക്ക് തോന്നിയ പ്രസംഗിക്കാനല്ല. അങ്ങനെ ഈ കളിയൊക്കെ അവസാനിക്കും. ഒരു മുബത്തദിഈനെ മഹദി ഇമാമിനെ അംഗീകരിക്കാൻ കഴിയൂല. അറബികളെ ബിദ്അത്ത് ബാധിക്കും. അതുകൊണ്ട് ഒരു അറബി മഹദി ഇമാമിനെ പിൻപറ്റുകയില്ല. കാര്യത്തിന്റെ തുടക്കത്തിൽ പിന്നെ ഭയപ്പെടും. പിന്നെ മഹദി ഇമാമിന്റെ പിന്നാലെ കൂടും. അപ്പോൾ ആദ്യകാലത്ത് മഹദി ഇമാമിന്റെ പിന്നാലെ ആരായിരിക്കും? ഖുറാസാനികൾ. അവരാരാ? അവർ അറബികളല്ല. ഇറാഖികൾ. അവരാരാ? അവർ അറബികളല്ല, പേർഷ്യക്കാരാണ്. ഇറാനികൾ, ഇറാഖികൾ. അതിന്റെ അർത്ഥം ഷിയാക്കൾ എന്നല്ല. ഇവരൊക്കെ അഹ്വാല് തഗയ്യുറാവും. മഹദി ഇമാം വന്നാൽ പിന്നെ ഒരാൾ ഷിയ എന്ന് പറഞ്ഞിക്കൂല. അവരൊക്കെ ഏത് ഭാഗത്തേക്ക് വരും? ഹഖായ അഹ്ലു സുന്നത്തി വൽ ജമാഅ. തൗഫീഖ് തരട്ടെ. ഒക്കെ നടക്കും. വഹാബികൾ പരിശുദ്ധ അഹ്ലു സുന്നയിലേക്ക് തിരിച്ചു വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. വഹാബികൾ അഹ്ലു സുന്നയിലേക്ക് തിരിച്ചു വരും. മഹദി ഇമാം വന്നു കഴിഞ്ഞാൽ ഷിയാക്കൾ ഷിയ വിട്ട് അഹ്ലു സുന്നയിലേക്ക് വരും. ആദ്യം അറബികളൊന്നും ഒരാളുണ്ടാവില്ല.
മക്കയിലാണ് മഹ്ദി ഇമാമിനെ ജനങ്ങൾ സ്വീകരിക്കുക. ആരാണ് മക്കയിൽ സ്വീകരിക്കാൻ വരുന്നവരാരാ? ആദ്യമായി ബൈഅത്ത് ചെയ്യുന്നത് ഇറാഖികൾ. എന്തുകൊണ്ട്? അവരാണ് പ്രശ്നം അനുഭവിച്ച് കുടുങ്ങിയവര്. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്കുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 2003 അമേരിക്കയുടെ നായാട്ടിന്റെ കാലത്ത് എത്രയെത്ര വീടുകളിലാണ് തെമ്മാടിക്കൂട്ടമായ അമേരിക്കക്കാർ കയറിക്കൂടിയത്. പാവപ്പെട്ട കുലീന കുടുംബങ്ങളിൽ പാവപ്പെട്ട പെണ്ണുങ്ങളെ മേൽ അവർ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾ കൊണ്ടും കയ്യും കണക്കുമില്ല. അതിനൊക്കെ കൃത്യമായ മറുപടി ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാം കൃത്യതയുണ്ടാവും. ഒരു കളി നടക്കില്ല. ملأ الأرض عدلا وقسطا كما ملئت جورا وظلما. അഹ്ലു സുന്നയിലേക്ക് തിരിച്ചു വരും വഹാബികൾ. പക്ഷേ ആദ്യം വരൂല, മഹ്ദി ഇമാമിന്റെ കൂടെ അവരുണ്ടാവില്ല. ഒരു ഹിജാസി ഉണ്ടാവില്ല, ഒരു അറബി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അറബികളെ വഹാബിയത്ത് വിഴുങ്ങും. പിന്നീട് അവർക്ക് കാര്യം ബോധ്യപ്പെടും. വഹാബികൾ വഹാബിയത്തിനെ ഉപേക്ഷിക്കും, തബ്ലീഗുകാർ തബ്ലീഗിനെ ഉപേക്ഷിക്കും. എന്തുകൊണ്ട്? തബ്ലീഗിനൊന്നും മഹ്ദി ഇമാം വന്നാൽ ഒരു നിൽക്കക്കള്ളിയും ഉണ്ടാവില്ല. ഈ കാട്ടിക്കൂട്ടുന്നതിനൊന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഹക്കായ മാർഗത്തിൽ മുഅ്മിനീങ്ങൾ യോജിക്കും. അതേതാണ് ഹക്കായ മാർഗം? ഹക്കായ സിറാത്തുൽ ലദീന. ആ മാർഗത്തിൽ യോജിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇവിടെ നടപ്പിലാക്കിയത്? എന്താണ് ഷെയ്ഖ് റിഫായി നടപ്പിലാക്കിയത്? എന്താണ് ചിശി നടപ്പിലാക്കിയത്? എന്താണ് ഇമാമുൽ ശാഫിഈ അടക്കമുള്ള മഹാന്മാർ എന്താ നടപ്പിലാക്കിയത്? അത് നടപ്പിലാക്കും ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്. അതുവരെ കണ്ടതിനെ മുഴുവനും റവല്യൂഷൻ എന്ന് പറയും. എന്ത് പറഞ്ഞാലും അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2010 കാലഘട്ടങ്ങളിൽ വന്നു ചില അറബ് വസന്തം എന്ന പേരിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായി. ആ കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചില ആളുകൾ വിപ്ലവം വരുന്നു, മുസ്ലിമീങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി പുസ്തകമിറക്കി. ഞാൻ ഈ കേരളം മുഴുവനും അക്കാലത്ത് പ്രസംഗിച്ചിരുന്നു. ഇത് റവല്യൂഷൻ അല്ല, അത് ഇസ്ലാമിക റവല്യൂഷൻ എന്ന് പറയാൻ പാടില്ല. പ്രബോധനം പുസ്തകമിറക്കി, ഇസ്ലാമിക റവല്യൂഷൻ എന്ന പേരിൽ. ഇന്ന് ആ പുസ്തകം തന്നെ കാണാനില്ല എന്റെ കയ്യിൽ. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി ചാനൽ ഉണ്ടാക്കി. അതിനുവേണ്ടി അനവധി ലേഖനങ്ങൾ പ്രബോധനമെഴുതി. ഇതാ ഇസ്ലാമിക വിപ്ലവം വരുന്നു, വലിയ നേട്ടം മുസ്ലിമീങ്ങൾ കൊയ്യാൻ പോകുന്നു. എന്താ ഉണ്ടായത്? യഥാർത്ഥത്തിൽ ജൂതന്മാർ നടത്തിയ ചതിയായിരുന്നു അറബ് വസന്തം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭരണാധികാരികൾ ഏകാധിപതികളായാൽ പോലും ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. എത്ര കാലം? ഹത്താ തൽഖൗനി ഇൻദൽ ഹൗലി, ഹൗലങ്കരയിൽ നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെയൊക്കെ നമ്മൾ കാറ്റിൽ പറത്തി. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വികാര ജീവികൾ മാത്രമാണ്. ഞാൻ അവരെ കുറ്റം പറയൽ എന്റെ ലക്ഷ്യമല്ല കേട്ടോ സഹോദരങ്ങളെ. നിങ്ങൾ ഹക്കായ ദീനിലേക്ക് വരണം. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅ മാത്രമാണ്. നിങ്ങൾക്ക് എത്ര വട്ട പേച്ച്, എത്ര വട്ടാണ് ഇവർക്ക് പേച്ച്? എങ്ങനെ ഒരു ഉമ്മത്തിന് ഇങ്ങനെ പേക്കണം? എന്തുകൊണ്ടാ പിഴച്ചത്? എന്തുകൊണ്ടാണ് ഇവർക്ക് പിഴക്കുന്നത്? ലോകരാജ്യങ്ങളിൽ മുഴുവനും തബ്ലീഗ് ജമാഅത്തിനെ നിരോധിച്ചു. എന്തുകൊണ്ട് നിരോധിച്ചു? അടിസ്ഥാനപരമായി ടെററിസം ലോകത്ത് വ്യാപിച്ചത് ഈ വിഭാഗമാണ് വ്യാപിപ്പിച്ചത്. വഹാബിയത്തിനെ ലോകത്ത് പ്രചരിപ്പിച്ചതും തബ്ലീഗുകാരാണ്. UK മുതൽ ആസ്ട്രേലിയ വരെയും വഹാബിയത്തിന്റെ പ്രചാരകരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് തബ്ലീഗുകാരാണ്. അതുകൊണ്ട് പല രാജ്യങ്ങളും പൊറുതിമുട്ടി ആ സംഘടനയെ നിരോധിച്ചു. എത്രയോ രാജ്യങ്ങൾ, റഷ്യയിൽ അടക്കം, ഇങ്ങനെ ലോകത്തിന്റെ അനവധി രാജ്യങ്ങളിൽ തബ്ലീഗ് ജമാഅത്തിനെ നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ഭീകരവാദവും ടെററിസവുമാണ്. ലോകത്തെ അനവധി രാജ്യത്തിനും രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ബോധ്യപ്പെട്ടു. ചിന്തിക്കണം എന്തുകൊണ്ട്. എന്നാൽ അഹ്ലുസുന്നയുടെ മാർഗം അങ്ങനെയല്ല. അഹ്ലുസുന്നയുടെ മാർഗം സമാധാനമായ ദീനി പ്രവർത്തനം നടത്തുക എന്നതാണ്. അല്ലാഹുവിന്റെ ദീനിനെ അതിന്റെ ഹക്കായ മാർഗത്തിൽ പ്രചരിപ്പിക്കുക. ഒരു മുഅ്മിനായ മനുഷ്യന് ഹക്കായ ദീനിന്റെ മാർഗത്തിലായാൽ അവന്റെ ഉള്ളിൽ നിന്ന് അവന് വെളിച്ചമുണ്ടാവും. അവന്റെ ഖൽബിൽ നിന്ന് വെളിച്ചം പുറത്തു വരും. ആ വെളിച്ചം കണ്ടാൽ ലോകം മുഴുവനും അവനെ സ്വീകരിക്കും.
അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അഹ്ലുസ് സുന്നയുടെ കൂടെ നിൽക്കണം, ഹഖായ അതിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമ 1926 സ്ഥാപിതമായിട്ടുള്ളത്. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതിന്റെ 98 വർഷമായി 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു പ്രത്യേകമായ സന്ദർഭമാണിത്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ബഹുമാനപ്പെട്ട അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ കൂടെ നിൽക്കാൻ സഹോദരങ്ങൾ തയ്യാറാകണം.